ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം മഹാലക്ഷ്മീ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ. ഓം ശിവായ നമഃ. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഓം ഹ്രൂം ഓം ഹ്രീം ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ നമോ മജദ്ഭൂയേ നമോ. ഓം ഹ്രീം നമ. ഓം ഓരം രക്തേശ്വരി നമോ. നമോ നാരായണ രക്ഷസമൂർത്തേ നമ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമ. ഓം ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാമജാഢ്യം വാക്പടുത്വം ച ഹനുമത്സ്മരേണാത് ഭവേദ്. ഓം ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്ന അവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു. മൂകാംബികയും ത്രിമൂർത്തിയും ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീം മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. എല്ലാവരോടും ആദ്യമേ തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ നമ്മൾ ലൈവിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് കർക്കിടകവാവ് ആയതുകൊണ്ട് എൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ വളരെ കൂടുതൽ ഭക്തജനങ്ങൾ പിതൃസംബന്ധമായ ചടങ്ങുകൾക്കായിട്ട് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അതൊരു 8:30 ആകുമ്പോഴത്തേക്ക് കഴിയുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 9:30 അത്ര ആയി. പിന്നെ രാവിലെ 2 മണിയോടുകൂടി പോവുകയും വേണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടെ അയക്കാൻ നമുക്കത് സാധിക്കാതെ വന്നു. ഇന്നും ഇപ്പം എത്തിയതേ ഉള്ളൂ. എത്തി വന്നങ്ങ് ലൈവിലോട്ടങ്ങ് കയറുകയായിരുന്നു. ഇന്നും തിരക്കാണ്. വൈകുന്നേരവും നല്ല തിരക്കാണ്. ചെറിയ മഴയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇന്ന് വൈകിട്ടും ചിലപ്പം കയറാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇന്ന് അയോധ്യാകാന്ഡത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് സമയങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ശ്രീദേവി നമസ്കാരം. അജിതാമുരളി നമസ്കാരം. രജനി രാമേന്ദ്രൻ നമസ്കാരം. ശശിയപ്പ നമസ്കാരം. അനുജയ് നമസ്കാരം. ഗീതാമോഹൻ നമസ്കാരം. രാധാ സദാശിവൻ നമസ്കാരം. പ്രസന്ന നായർ നമസ്കാരം. അപ്പോൾ നമ്മൾ വാൽമീകി ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ദേഹവിയോഗത്തിൻ്റെ ശേഷം ഭരതൻ്റെ പ്രത്യാഗമനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഭരതന് തിരികെ അയോധ്യയിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. കാരണം തൻ്റെ മകനെ ഓർത്തുകൊണ്ട് മുൻപുണ്ടായിരുന്ന ഒരു ശാപദുരിതത്തിൻ്റെ ദുരിതത്തിൻ്റെ ഫലമായിട്ട് ദശരഥൻ എന്ന് പറയുന്ന ലോകോത്തരമായിരിക്കുന്ന വീര്യമുള്ള കഴിവുള്ള യോഗ്യതയുള്ള ആള് ഇതെല്ലാം കളഞ്ഞ് ജീവിതത്തിൽ അവസാന നിമിഷമാകുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിനെ ബാധിക്കപ്പെട്ടപ്പോൾ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രോഗശയ്യയിൽ കിടന്നുകൊണ്ട് ഹേ രാമ, എൻ്റെ മകനെ രാമ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മരണത്തിൻ്റെ പിടിയിലേക്ക് അമർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മരണവൃത്താന്തം മക്കളെ അറിയിക്കുക എന്നുള്ള ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഉടൻ തന്നെ ദശരഥ മഹാരാജാവിൻ്റെ ശരീരം ഒരു ഉപ്പൊക്കെ ഇട്ട ഒരിടത്തേക്ക് സമാധി പോലെ അവർ കേടാകാതിരിക്കാനായിട്ട് അവർ വെച്ചു.
എന്നിട്ട് കേകയ രാജ്യത്തേക്ക് അറിയിക്കാനായിട്ട് ആളിനെ വിട്ടു. അങ്ങനെ കേകയ രാജ്യത്തെ ആളിനെ വിട്ട് കഴിഞ്ഞപ്പോൾ കേകയ രാജ്യത്ത് നിന്നും അവിടുന്ന് ആള് വന്നു. ഭരതനും ശത്രുഘ്നനും എല്ലാം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഭരതൻ ചിന്തിച്ചത് ഈ താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എത്രത്തോളം സന്തോഷകരമായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അയോധ്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ യാതൊരു വിധമായിരിക്കുന്ന സന്തോഷവും ഉണ്ടാകുന്നില്ല. തൻ്റെ യാത്ര ഇങ്ങോട്ട് അയോധ്യയിലേക്ക് തിരികെ വരുമ്പോൾ കേകയ രാജ്യത്ത് നിന്ന് വരുന്ന സമയത്ത് ഒരുപാട് ദുശകുനങ്ങളെല്ലാം കാണാമായിരുന്നു. അപ്പം ഇങ്ങനെ പല ദുശകുനങ്ങൾ കണ്ടിട്ടും തിരികെ ഇവിടെ എത്തിയപ്പോൾ യാതൊരു വിധമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന അവസ്ഥകളല്ല ഇവിടെ അയോധ്യയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം എന്താണ് ഇതിനൊക്കെ ഒരു കാരണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ആദ്യം ചെന്നത് തൻ്റെ അമ്മയായിരിക്കുന്ന കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് ചെന്നിട്ട് ആദ്യം ചോദിച്ചത്, ഇവിടെ എൻ്റെ അച്ഛനെ കാണുവാനായി തിടുക്കമാകുന്നു, അതുകൊണ്ട് അച്ഛൻ എവിടെ? അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ രാമൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു എന്നെ സ്വീകരിക്കാനായിട്ട്. പക്ഷെ അതും ഉണ്ടായില്ല. എവിടെ എല്ലാവരും? എന്താണ് അയോധ്യ എന്ന നഗരിക്ക് പറ്റിയത് എന്ന് പറയുമ്പോൾ തൻ്റെ മകനെ കണ്ട മാത്രയിൽ തന്നെ കൈകേയി ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. എന്നിട്ട് അവൻ്റെ നെറുകയിൽ ചുംബിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ അന്ന് യാത്രാക്ഷീണമൊക്കെ മാറട്ടെ, ആദ്യം നീ നല്ല ആഹാരം കഴിക്കൂ. എവിടെ അച്ഛനും അമ്മയും ഒപ്പം എൻ്റെ സഹോദരനായിരിക്കുന്ന നിന്റെ അമ്മാവനും ഒക്കെ എവിടെ? അവരെല്ലാം സുഖമായിരിക്കുന്നു. എന്തുണ്ട് കേകയ രാജ്യത്ത് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഭരതൻ ഇതിനൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെ പറഞ്ഞു, അതല്ലല്ലോ അമ്മേ പ്രധാനപ്പെട്ടത്. എൻ്റെ അച്ഛനും എൻ്റെ സഹോദരങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ രാജ്യത്തിനും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായിരിക്കുന്ന മറുപടി അമ്മ പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കൈകേയി തൻ്റെ മകനോട് പറയുകയാണ്, മോനെ, നീ ഇവിടുന്ന് പോയ പരുവത്തിന് നിന്റെ അച്ഛനായിരിക്കുന്ന ദശരഥൻ ഉടൻ തന്നെ രാമനെ രാജാവാക്കാനായി തീരുമാനിക്കുകയും രാമനെ രാജ്യാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകളും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ ഭരതന്റെ മനസ്സിൽ മുഖത്തുണ്ടാവുന്ന സന്തോഷം വളരെ വലുതായിരുന്നു. അതൊരു വലിയ കാര്യമല്ലേ അമ്മേ? അതിനെന്താ, തീർച്ചയായിട്ടും രാമൻ ഈ അയോധ്യയുടെ യുവരാജാവായി ആകേണ്ട ആള് തന്നെയാണല്ലോ, അത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല, അതൊരിക്കലും അങ്ങനെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ മകന് രാജ്യഭാരം കൊടുക്കണമെന്നും അയോധ്യയുടെ രാജ്യഭാരം കൊടുക്കണമെന്നും ഒപ്പം രാമന് 14 വർഷം വനവാസം കൊടുക്കണമെന്നും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് നൽകുകയും അതിൻ്റെ പുത്രവിയോഗത്താൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്ന് ഒരു വലിയ ദുഃഖകരമായിരിക്കുന്ന വലിയ വിഷയത്തെ വളരെ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളോടുകൂടി ആ കൈകേയി തൻ്റെ മകനായിരിക്കുന്ന ഭരതനോട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർത്തകൾ അങ്ങോട്ട് കേട്ടിട്ട് തൻ്റെ രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് ഭരതൻ പറയുന്നത്, എത്ര നികൃഷ്ടവും നീചമായിരിക്കുന്ന വാക്കുകളാണ് എൻ്റെ കർണങ്ങളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കാതുകളെല്ലാം നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർത്തമാനങ്ങളൊന്നും കേൾക്കാതിരിക്കട്ടെ. അമ്മ ഇങ്ങനെ പറയേണ്ടതിൻ്റെ ഒരു കാര്യം എന്തായിരുന്നു അമ്മേ? ഇത്ര മാത്രം സ്വന്തം ഭർത്താവായിരിക്കുന്ന ഇങ്ങനെ ഒരു തീരുമാനം അമ്മ എടുത്തത് കൊണ്ട് സ്വന്തം ഭർത്താവായിരിക്കുന്ന ദശരഥനെ കൊല്ലേണ്ടി വന്ന ഏറ്റവും ഹതഭാഗിയായിരിക്കുന്ന ദുഷ്ടയായിരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ നിങ്ങൾ. ആ നിങ്ങളുടെ വയറ്റിൽ ഒരു മകനായി പിറക്കുവാൻ എനിക്ക് പറ്റിയതിന് ഞാനിതാ ആ ഒരു നിമിഷത്തെ ഓർത്ത് ലജ്ജിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒരമ്മയെ വധിക്കാൻ സാധിക്കത്തില്ലല്ലോ, ഒരു സ്ത്രീയെ വധിക്കാൻ സാധിക്കത്തില്ലല്ലോ. അല്ലായിരുന്നുവെങ്കിൽ ഈ വർത്തമാനം മറ്റൊരാളായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് എങ്കിൽ ആളിനി എപ്പോഴേ ഞാൻ യമപുരിക്ക് അയച്ചേനെ. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിന്നും ഇതൊന്നും സംസാരിക്കാതെ അമ്മ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുഷ്ടമായിരിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ ആ ഭരതൻ തൻ്റെ അമ്മയായിരിക്കുന്ന കൈകേയിയോട് പറഞ്ഞിട്ട് ആദ്യം ഓടിച്ചെന്നത് അവിടെ കൗസല്യയുടെ മുറിയിലേക്കാണ്. തന്നെ കണ്ട മാത്രയിൽ കൗസല്യാദേവി ഭരതനെ കണ്ട മാത്രയിൽ എഴുന്നേറ്റ് ചെന്ന് തൻ്റെ മകന് തുല്യനായിരിക്കുന്ന ഭരതനെ കെട്ടിപ്പുണർന്നു. ആ കെട്ടിപ്പുണർന്ന ആ കൗസല്യയുടെ പാദങ്ങളിലേക്ക് സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭരതൻ പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്
എൻ്റെ അമ്മയാണ് കാരണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് യാതൊരു വിധമായിരിക്കുന്ന അതിനകത്തിൽ യാതൊരു വിധമായിരിക്കുന്ന സാന്നിധ്യവും എൻ്റെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് ആ ഭരതൻ തൻ്റെ കൗസല്യാദേവിയുടെ മുഖത്ത് നോക്കി കൈ തൊഴുതുകൊണ്ട് വളരെയധികം വിഷമത്തോടുകൂടി പറഞ്ഞുകൊണ്ട് കൗസല്യാദേവിയുടെ പാദങ്ങളെ നമസ്കരിച്ചു. നമസ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭരതനെ കൗസല്യാദേവി എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിനക്ക് എത്രമാത്രം എൻ്റെ മകനായിരിക്കുന്ന രാമനോട് സ്നേഹമുണ്ട് എന്ന് ഈ ഉള്ളവർക്കറിയാം. പക്ഷേ നീ ഇവിടെ ഇല്ലാത്തത് നിന്റെ അഭാവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കാര്യമെന്ന് പറയും. അതുകൊണ്ട് ആഴക്കടലിലെ ദുഃഖത്തിൻ്റെ ആഴക്കടലിലേക്ക് എന്നെ തള്ളിയിട്ടിട്ട് എൻ്റെ മകനും എൻ്റെ മകൾക്ക് തുല്യയായിരിക്കുന്ന സീതയും ഒപ്പം എൻ്റെ മകന് തുല്യനായിരിക്കുന്ന ലക്ഷ്മണനും ഇതാ അയോധ്യയിൽ നിന്നും കാട്ടിലേക്ക് പോയി. താമസ വേഷം ധരിച്ചുകൊണ്ട് അവർ ഈ അയോധ്യയിൽ നിന്ന് പോയപ്പോഴേക്കും ഒരമ്മയെന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ് എന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ കൗസല്യാദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഇത് കാണുമ്പോഴേക്കും ഭരതന്റെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ട് ആ കൗസല്യാദേവി തൻ്റെ വിഷമം മാറ്റി വെച്ചുകൊണ്ട് ആ ഭരതന്റെ കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നു. മോൻ വിഷമിക്കണ്ട, മോൻ്റെ അമ്മയുടെ ആഗ്രഹം അതുപോലെ തന്നെ നടക്കട്ടെ. ഒരമ്മയെയും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. അത് മന്ധരയാണ്, അമ്മയല്ല ഇത് മനഃപൂർവ്വം പറഞ്ഞത്. അമ്മയെ കൊണ്ട് മന്ധരയാണ് ഇത് പറയിപ്പിച്ചത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഭരതൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അന്തഃപുരത്തിലേക്ക് ചെന്ന് മന്ധരയുടെ മുടിക്ക് പിടിച്ചുകൊണ്ട് വാളെടുത്തുകൊണ്ട് ആ മന്ധരയെ കൊല്ലാനായി തുടങ്ങി. എല്ലാവരും ഓടിച്ചെന്നിട്ട് ആ ഭരതനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്. അമ്മയോടൊപ്പം ഇവിടെ വന്ന ആൾ അമ്മയ്ക്ക് തുല്യയായി തന്നെ നീ കാണണം. അതുകൊണ്ട് ആ മന്ധരയെ നീ ഒന്നും ചെയ്യാൻ പാടില്ല. ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഭരതന്റെ അടുക്കൽ നിന്ന് മന്ധര ഓടി മറഞ്ഞു എന്നാണ് പറയുക. ഭയം കൊണ്ട് ഓടി മറഞ്ഞു എന്നാണ് പറയുക. ഉടൻ തന്നെ ആ കൈകേയിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഭരതൻ പറയുന്നുണ്ട്, സ്വന്തം മകന് വേണ്ടിയിട്ട് മറ്റൊരമ്മയുടെ വേദനയെ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന നിങ്ങൾ എത്രമാത്രം നീചയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. നിങ്ങളെ ഇത്രമാത്രം പറയുവാൻ ഇതിനേക്കാൾ വലിയ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എത്രമാത്രം കഠോരമായിരിക്കുന്ന ഏറ്റവും നീചമായിരിക്കുന്ന ഇതിനേക്കാൾ വലിയ നീചമായ വാക്കുകൾ എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അതിനപ്പുറം ഞാൻ ഉപയോഗിച്ചേനേയും, അത് പല വട്ടം ഞാൻ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചേനേയും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഭരതൻ ഉടൻ തന്നെ ദശരഥ മഹാരാജാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കൃത്യമായി നടത്തി. അതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും ഒരു നിമിഷം നമുക്കിവിടെ നിൽക്കാൻ പാടില്ല. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ ഉടൻ തന്നെ നമുക്ക് രാമന്റെ അടുക്കലേക്ക്, എൻ്റെ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് പോകണം. ആ രാമന്റെ അടുക്കലേക്ക് ചെന്നിട്ട് രാമന്റെ പാദങ്ങളെ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് അനേകായിരം മാപ്പുകളുടെ കൂമ്പാരങ്ങൾ ഭഗവാന്റെ പാദകമലങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ തിരികെ ഈ അയോധ്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് യാചിക്കണം. അതിന് ഈ അയോധ്യ മുഴുവൻ എന്നോടൊപ്പം വരണം. ഞാൻ ഒരാൾ പറയുന്നതും അതോടൊപ്പം തന്നെ ഈ അയോധ്യ മുഴുവൻ പറയുന്നതും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ദശരഥ മഹാരാജാവ് ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഈ വിധത്തിൽ രാമൻ തീർച്ചയായിട്ടും ജ്യേഷ്ഠൻ ഇവിടെ എത്തും. അതിന് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ ഭരതൻ അവിടെ നിന്നും യാത്രയാകുകയാണ്. സുമന്ത്രനോട് ചോദിച്ചു, അങ്ങല്ലേ അദ്ദേഹത്തെ കൊണ്ടുവിട്ടത്? എവിടെയാണ് കൊണ്ടുവിട്ടത്? എങ്ങനെയാണ് അദ്ദേഹം പോയതെന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു, ഗുഹന്റെ അടുക്കലേക്കാണ് പോയത്. ഉടൻ തന്നെ നേരെ ഗുഹന്റെ അടുക്കലേക്ക് ചെന്നു. ഗുഹന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, പറയൂ എന്താണ് ആ വിശേഷങ്ങൾ? അപ്പോൾ ഗുഹന് തോന്നി ഭരതന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിഷയങ്ങൾ ഉണ്ടാക്കിയ കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഭരതനെ ആദ്യം വിശ്വാസമില്ലാതിരുന്നു ഗുഹന്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങ് എന്നെ ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ തെറ്റുകാരനാണ് എന്ന്. അങ്ങ് പറയൂ, എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ്? എനിക്ക് അദ്ദേഹത്തെ കാണാഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ഗുഹൻ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയോടുകൂടി ഒരു ഉപായം ചെയ്തു. എന്നിട്ട് രാമൻ ചെന്നിരുന്ന വടവൃക്ഷത്തിന്റെ ചുവട് കാണിച്ചു കൊടുത്തു.
അപ്പോഴേക്കും ഭരതൻ അങ്ങോട്ട് ഓടിച്ചെന്ന് ആ രാമൻ ഇരുന്ന ആ സ്ഥലത്തോക്ക് ചെന്ന് കമന്നു വീണ് കടന്ന് അങ്ങ് കരയുകയാണ്. ഭരതൻ ഇത്രമാത്രം കരയുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നുള്ള മറ്റുള്ളവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. ഉടൻ തന്നെ ആ ഗുഹൻ വന്ന് അദ്ദേഹത്തെ എടുത്തിട്ട് പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഗംഗാനദിയും തമസാ നദിയും അഥവാ കാളുന്തി നദിയും കടന്ന് അങ്ങ് അപ്പുറത്തു മാറി അനവധി ആശ്രമങ്ങളുടെ ഒരു കേന്ദ്രമുണ്ട്. ആ സ്ഥലത്തിന് ചിത്രകൂടം എന്നാണ് പറയുക. ആ ചിത്രകൂടത്തിന്റെ അടുക്കലാണ് രാമൻ ഇപ്പോൾ ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം അങ്ങേക്ക് പോകൂ. അവിടെ അങ്ങയോടൊപ്പം ഞങ്ങൾ കൂടി വരാം. കാരണം അങ്ങയുടെ പ്രാർത്ഥനകൾക്കൊപ്പം ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനകൾ കൂടുതൽ ആവശ്യത്തിന് ബലം കൂടും. അങ്ങനെ ഭരതനും ഗുഹനും ശത്രുഘ്നനും വസിഷ്ഠനും തുടങ്ങിയ എല്ലാവരും കൂടി ആ രാമനെ തിരക്കി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ നിന്നും രാമനോടൊപ്പം തന്നെ രാമനും ലക്ഷ്മണനും സീതാദേവി ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നത് കണ്ട് ആ രാമൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മണനോട്, എന്താണ് അത് നോക്കൂ. അങ്ങ് ദൂരെ നിന്ന് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ അത് സൈനികർ വരുന്നത് പോലെ തോന്നുന്നു. പടയാളികളുടെ വരവിന്റെ ബലമാണ് ആ ഉയർച്ചയുടെ പൊടിപടലങ്ങൾക്ക് കാരണമെന്ന് തോന്നുന്നു. എന്താണ് കാരണമെന്ന് നീ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ലക്ഷ്മണകുമാരൻ അവിടെ ഉയരമുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറി ദൂരേക്ക് നോക്കിയിട്ട് ഉടനെ താഴേക്ക് ഇറങ്ങിയിട്ട് വന്നു. അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് ആയുധം ഉടൻ തന്നെ എടുത്ത് കയ്യിൽ വെച്ചുകൊള്ളൂ. നമ്മളൊരു യുദ്ധത്തിനുടൻ തന്നെ തയ്യാറാകൂ. അപ്പോൾ ചോദിക്കുന്നുണ്ട് രാമൻ, ഏത് അസുരന്മാരാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു, അസുരനൊന്നുമല്ല വരുന്നത്. പിന്നെയോ തൻ്റെ കയ്യിൽ രാജ്യഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരത്തോടു കൂടി തനിക്ക് രാജ്യഭരണം കിട്ടി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സ്നേഹത്തോടു കൂടി കണ്ടിരുന്ന, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഭരതൻ ഇതാ അങ്ങ് നമ്മളോട് ശത്രുതയോടുകൂടി വരികയാണെന്ന് പറയുന്നു. രാമൻ ലക്ഷ്മണൻ അടുത്തേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എന്താ ലക്ഷ്മണ നീ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മൾ. ഭരതൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുമെന്ന് നീ ചിന്തിക്കാമോ? അപ്പോൾ ഭരതനെ പറ്റി പറഞ്ഞ വാക്കുകൾ രാമൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ തീരുമാനത്തിൽ നിന്ന് അല്പം പോലും മാറ്റമുണ്ടാകില്ല എന്ന് ലക്ഷ്മണൻ തയ്യാറായിക്കൊണ്ട് ആയുധം എടുത്ത് തയ്യാറായി നിന്നു. നോക്കിയപ്പോൾ അങ്ങ് ആ പൊടിപടലങ്ങൾ അടുത്തേക്ക് വന്നു. നോക്കിയപ്പോൾ രഥത്തിൽ വന്നിരിക്കുന്നു ഭരതൻ. ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ രാമനെ പോലെ ലക്ഷ്മണനെ പോലെ താപസ വേഷം ധരിച്ചുകൊണ്ട് ആ ഭരതകുമാരൻ ഓടി വന്ന് രാമന്റെ പാദങ്ങളിലേക്ക് വീണു. എന്നിട്ട് ആ രണ്ടു പാദങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരതൻ വാവിട്ട് കരഞ്ഞു. അല്ലയോ ജ്യേഷ്ഠ, എന്നോട് പൊറുക്കണം. എൻ്റെ അമ്മ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റിന് ഈ അയോധ്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു. എൻ്റെ അമ്മയോടും എന്നോടും എല്ലാം അങ്ങ് പൊറുക്കണം. പൊറുത്തിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം അങ്ങ് വരണം. എന്തിനാണ്? എന്നിട്ട് വന്നിട്ട് എന്താണ്? അവിടെ വന്ന് ഈ അയോധ്യയുടെ രാജകീയമായിരിക്കുന്ന പ്രൗഢിയെ അങ്ങ് സ്വീകരിച്ച് എൻ്റെ അച്ഛൻ ഇത്രയും കാലം എത്രത്തോളം പ്രാഗൽഭ്യത്തോടുകൂടി പ്രൗഢിയോടുകൂടിയിട്ടാണോ അയോധ്യയുടെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചത്, അതിൻ്റെ 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാനായി അങ്ങ് വരണം. അത് പറഞ്ഞപ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് ഭരതനെ മുകളിലേക്ക് ഉയർത്തി. എന്നിട്ട് ഭരതനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ഭരതന്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. എൻ്റെ പ്രിയനായ അനുജ, നിനക്ക് സുഖം തന്നെയല്ലേ? പറയൂ, അവിടെ വിശേഷങ്ങൾ എന്തുണ്ട്? അച്ഛൻ എന്തു പറയുന്നു? അമ്മയായിരിക്കുന്ന കൈകേയിയും എൻ്റെ അമ്മയായിരിക്കുന്ന കൗസല്യയും സുമിത്രയമ്മയും എല്ലാവരും എന്തു പറയുന്നു? അയോധ്യാവാസികളോടൊപ്പം നീ എന്തിന് ഇപ്പോൾ ഇവിടേക്ക് വന്നു? 14 വർഷം ദാ എന്ന് പറയുമ്പോൾ പോകും. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ? അയോധ്യയുടെ ചൈതന്യത്തിന്റെ പുഷ്ടിയെ സ്വീകരിക്കാൻ നീ എത്രയും വേഗം തയ്യാറാവണം. രാമന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് നിറകണ്ണുകളോടുകൂടി ഭരതൻ രാമന്റെ 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് ഈ കൊട്ടാരത്തിൽ നിന്നും ഈ വനത്തിലേക്ക് കയറിയ നാൾ മുതൽ അച്ഛൻ ആ അന്തഃപുരത്തിൽ കിടന്നുകൊണ്ട് കരയുകയാണ്.
എല്ലാമായിരിക്കുന്ന തൻ്റെ മകന്റെ വിയോഗം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാക്കിയ ഒരു ഭാരവും വേദനയും വളരെ വലുതാണ്. എന്നും അദ്ദേഹം നിറകണ്ണുകളോടുകൂടിയിരുന്ന് എൻ്റെ രാമ ഹേ രാമ, എൻ്റെ രാമ, എൻ്റെ രാമ എന്ന് വിളിച്ചുറക്കെ കരയുമായിരുന്നു എന്ന് കേട്ടു ഞാൻ. എന്നിട്ടോ അദ്ദേഹം പറയും, അദ്ദേഹത്തിന് പുത്രദുഃഖത്താൽ മരിക്കണമെന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനായി പോകുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നമ്മളുടെ അച്ഛൻ അല്ലയോ എൻ്റെ രാമ, എൻ്റെ രാമ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം യമപുരിയിലേക്ക് പോയി. ആ വിഷ്ണുപാദത്തിലേക്ക് അദ്ദേഹം ലയിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് കേട്ട ലക്ഷ്മണന്റെയും സീതയുടെയും രാമന്റെയും കണ്ണുകൾ ഈറനണിഞ്ഞു. മുഖം പൊത്തിക്കൊണ്ട് രാമൻ ഒരുപാട് കരഞ്ഞു തൻ്റെ അച്ഛനെ ഓർത്ത്. ലക്ഷ്മണൻ ഒരുപാട് ഉറക്കെ കരഞ്ഞു തൻ്റെ അച്ഛനെ ഓർത്ത്. ആ സീതാദേവിയും ഒരുപാട് കരഞ്ഞു തൻ്റെ അച്ഛൻ്റെ സാന്നിധ്യത്തെ ഓർത്ത്. താനും അതിനൊക്കെ ഒരു കാരണക്കാരനാണെന്ന് രാമൻ അറിയാം. തൻ്റെ ചില തീരുമാനങ്ങൾ, താനെടുത്ത പല തീരുമാനങ്ങൾ ഇതിനൊരു കാരണവുമാണെന്ന് രാമൻ അറിയാം. പക്ഷേ എങ്കിലും രാമൻ പറഞ്ഞു, അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അന്ന് ബലിയിടാൻ സാധിച്ചില്ല എങ്കിൽ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ ആ ബലിയിടണമെന്നാണ്. അങ്ങനെ ബലിയെല്ലാം രാമൻ ഇട്ടു. രാമൻ അങ്ങനെയുള്ള ഒരുപാട് മരണാനന്തര ചടങ്ങുകൾ ഒരു മകൻ എന്ന നിലയിലെല്ലാം ഇട്ടു. ലക്ഷ്മണകുമാരനും ഇട്ടു. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ആ ഭരതന്റെ അടുക്കലേക്ക് ചെന്നിരുന്നു. ഭരതൻ രാമൻ ഇരിക്കുന്നിടത്തിന്റെ തൊട്ടു താഴെ രാമന്റെ പാദങ്ങൾ എടുത്ത് ആ ഭരതന്റെ മടിയിലേക്ക് വെച്ചു. ആ പാദങ്ങൾ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു ഭരതൻ. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളിൽ കൂടി നടന്നു പൊങ്ങി ആ കാലിൽ ഒരുപാട് മുറിവുകൾ കണ്ട് തൻ്റെ കണ്ണുനീർ കൊണ്ട് ആ പാദങ്ങളെല്ലാം നന്നായി തടവി ഭരതൻ. എന്നിട്ട് ഭഗവാന്റെ ആ 2 പാദങ്ങൾ എടുത്ത് തൻ്റെ കണ്ണോട് ചേർത്ത് പിടിച്ചു ഭരതൻ. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠനോട് ഞാൻ വീണ്ടും ഇത് അപേക്ഷിക്കുന്നു, അങ്ങ് ഞങ്ങളോടൊപ്പം വരണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, അങ്ങ് ഞങ്ങളോടൊപ്പം വരണം. തൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് നിറകണ്ണുകളോടുകൂടി പറയുന്ന ഭരതനെ രാമൻ തന്നോടൊപ്പം ഇരുത്തി. എന്നിട്ട് ഭരതന്റെ നെറുകയിലൊന്ന് നന്നായി തലോടിക്കൊണ്ട് പറഞ്ഞു, ഭരത, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് അവരവരുടെ അച്ഛൻ. അച്ഛൻ പറഞ്ഞ വാക്ക് സത്യമാക്കുക എന്നുള്ളത് ഒരു മകന്റെ ധർമ്മമാണ്. ആ പറഞ്ഞ വാക്കുകൾ സത്യമാക്കാതെ അല്ലല്ല കർക്കിടക വാവ് ബലി അതിൻ്റെ അങ്ങനെയല്ല. അത് ഇന്ന് അവിചാരിതമായി പറഞ്ഞു വന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്രീരാമ ഭഗവാൻ ബലിയിട്ട ദിവസമൊന്നുമല്ല കർക്കിടക ബലി. ഞാൻ ഇന്നലെ അങ്ങനെ രാത്രികൾ വായിച്ചു, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ രാമൻ തൻ്റെ അച്ഛനെ പറ്റി ആ ഭരതനോട് പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ വാക്ക് സത്യസന്ധമായി ഏറ്റവും നല്ല നിലയിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു മകന്റെ ധർമ്മം. അത് അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുണവുമാണ്. അച്ഛൻ പറഞ്ഞ വാക്ക് മക്കൾക്ക് അനുസരിക്കണോ എന്ന് ചോദിച്ചാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് നല്ല മകന്റെ ഗുണം എന്ന് പറയും. ഉത്തമനും മധ്യമനും അധമനും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ വാക്കാണ്, അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഭരതനെ ഈ അയോധ്യയുടെ രാജാവാക്കാമെന്നും രാമനെ 14 വർഷം കാട്ടിലേക്ക് വനവാസത്തിന് അയക്കാമെന്നും ഈ 2 കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കി കൊടുക്കണം. നമ്മൾ 2 മക്കൾ കൂടി ചേർന്ന് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ അതൊരു വലിയ വേദനയായി മാറും. അതുകൊണ്ട് നീ എത്രയും വേഗം അയോധ്യയിലേക്ക് ചെന്നിട്ട്, നിന്നോടൊപ്പം എപ്പോഴും എൻ്റെ മനസ്സുണ്ട്, നിന്റെ ഭരണകാര്യങ്ങൾ വളരെ നീ നിപുണനാണ് എന്ന് എനിക്കറിയാം, നീ എന്നേക്കാൾ കഴിവുള്ളവനും ഗുണമുള്ളവനുമാണെന്നറിയാം. അതുകൊണ്ട് നീ എത്രയും വേഗം അയോധ്യയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞില്ല, അങ്ങില്ലാതെ ഞാൻ ഇനിയും അയോധ്യയിലേക്ക് ഞാൻ പോവുകയില്ല. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഈ അയോധ്യ എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കാത്ത സങ്കല്പമാണ്. അതുകൊണ്ട് അങ്ങില്ലാതെ ഞാൻ ഈ അയോധ്യയിലേക്ക് പോകില്ല. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ആ അയോധ്യയുടെ ഭരണം നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാമൻ അതും
സമ്മതിച്ചില്ല. നീ പോകണം തിരിച്ച് അയോധ്യയിലേക്ക്. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം തൻ്റെ സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങൾക്ക്, ലക്ഷ്യങ്ങൾ കൊണ്ട് അതിനൊരു തടസ്സമുണ്ടാക്കപ്പെട്ടാൽ ആ ആൾ ഒരു നല്ല ഭരണകർത്താവല്ല. ഒരു രാജ്യമാണ് വലുത്. ഒരു രാജ്യത്തിന് ദോഷമായി ഒരു ഗ്രാമം ഉണ്ടായാൽ ആ ഗ്രാമത്തെ ഇല്ലാതാക്കണമെന്നാണ്. ഒരു ഗ്രാമത്തിന് തുല്യമായി, ഗ്രാമത്തിന് മോശമായിട്ടൊരു വീടുണ്ട് എങ്കിൽ ആ വീട് ഇല്ലാതാക്കണമെന്നാണ്. ഒരു വീടിന് ദോഷമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ഇല്ലാതാകണമെന്നാണ്. അതാണ് ധർമ്മം. അതുകൊണ്ട് എത്രയും വേഗം നീ അയോധ്യയിലേക്ക് പോകൂ. അയോധ്യയുടെ ആ അധികാരത്തെ നീ കൃത്യമായി ചെയ്യൂ. അച്ഛൻ എങ്ങനെയാണോ നല്ല രീതിയിൽ ആ രാജ്യത്തെ ഭരിച്ചത്, ആ ഭരണ നിപുണതയെ കൃത്യവും വ്യക്തവുമായ വിധത്തിൽ അല്ലയോ ഭരത നീ അവിടെ നിർവഹിക്കപ്പെടണം. ദശരഥ മഹാരാജാവിന് എന്നും ആ പേര് ഗുണകരമായി തന്നെ നിൽക്കണം. അതുകൊണ്ട് ഭരത നീ അങ്ങോട്ട് ചെല്ലൂ എന്ന് പറഞ്ഞു. ഭരതൻ നിറകണ്ണുകളോടുകൂടി രാമന്റെ പാദങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, അങ്ങനെയെങ്കിൽ അങ്ങേ ഒരു കാര്യം ചെയ്യൂ. അങ്ങ് ഉപയോഗിക്കുന്ന ആ മെതിയടിയെങ്കിലും എന്നോടൊപ്പം തരൂ. ആ മെതിയടിയെ പൂജിച്ചുകൊണ്ട് ഞാൻ രാജ്യഭരണം നടത്താം. കാരണം സിംഹാസനത്തിൽ ഒരിക്കലും ഞാൻ ഇരിക്കില്ല. ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആള് അങ്ങാണ്, അല്ലെങ്കിൽ അങ്ങയുടെ പാദങ്ങളാണ്. ആ പാദകമലങ്ങളെ കൊണ്ട് നടക്കുന്ന മെതിയടികൾ വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിന് ശിഷ്യന്മാർ കൊടുത്ത ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു മെതിയടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ മെതിയടി ഭരതൻ പ്രാർത്ഥിച്ച് ഭരതന് ശ്രീരാമചന്ദ്രൻ കൊടുത്തു. അത് സ്വീകരിച്ചുകൊണ്ട് ഭരതൻ രാമന്റെ അടുക്കൽ നിന്നും യാത്ര ചോദിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടുകൂടി നിറകണ്ണുകളോടുകൂടി അവിടെ നിന്ന് യാത്രയാകുമ്പോൾ രാമൻ ദൂരേക്ക് നോക്കി നിന്നു. ഭരതൻ പോകുന്നതും കണ്ട് ഭരതൻ അങ്ങ് ദൂരെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാമൻ തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നപ്പോൾ അവിടെ ഇതാ ആ ലക്ഷ്മണകുമാരൻ വന്നു നിന്ന് രാമനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്കൊരു തെറ്റു പറ്റിയതാണ്. ഒരാളുടെ ഒരു സാഹചര്യം കണ്ടിട്ട് എൻ്റെ മനോഭാവം അനുസരിച്ച് ഞാൻ അതിനെ തെറ്റായി കണ്ടതാണ് എൻ്റെ തെറ്റ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് പറ്റിയ തെറ്റ് കൃത്യമായി കാണിച്ചു തന്നത് അങ്ങ് തന്നെയാണ്. ഭരതനെ ഞാൻ സംശയിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ അപരാധമാണ്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ ശരിയാണ്, അവരങ്ങനെയൊക്കെ പറഞ്ഞു കാണുമെന്ന് സ്വയം തീരുമാനിക്കാതെ എന്താണ് പരമാർത്ഥമെന്ന് നന്നായിട്ട് അറിഞ്ഞ് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കപ്പെടണം. ഇങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അയോധ്യാകാന്ഡം അവിടെ തീരുന്നത്. പിന്നീട് ഇനിയുള്ളത് ആരണ്യകാന്ഡമാണ്. ആരണ്യകാന്ഡത്തിലെ സങ്കല്പങ്ങളെ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ടായിരുന്നു. ബീന ആനന്ദന് നമസ്കാരം. ജിഷ ഗോപി നമസ്കാരം. ഷൈനിയെ നമസ്കാരം. ബേബി ഷീല നമസ്കാരം. ജനാർദ്ദനൻ നായർ നമസ്കാരം. രവീന്ദ്രൻ ആനിക്കാട് നമസ്കാരം. വലിയകുന്നം പുഷ്പമർ നമസ്കാരം. ഭരത നമസ്തേ. ഗീതാജി നായർ നമസ്കാരം. രാജീവ് ശർമ്മ നമസ്കാരം. ദിനേശ് ദിവാകരൻ നമസ്കാരം. പ്രകാശൻ നമസ്കാരം. സുധാകരൻ നമസ്കാരം. രാധാമണി നമസ്കാരം. ജയ് ശ്രീറാം. ദിനേശ് ദിവാകരൻ നമസ്കാരം. അനുജ. പ്രസന്ന നായർ നമസ്കാരം. ഗീതാ ജി പിള്ള നമസ്കാരം. അജിത മുരളി. ശ്രീദേവി. ഇന്നത്തെ തലമുറയിൽ ഓരോരുത്തരും പഠിക്കേണ്ട ഉത്തമമായ ഗ്രന്ഥമാണ് രാമായണം. അങ്ങേക്ക് നല്ലത്. സന്തോഷം സുധാകർജി. അങ്ങയുടെ വാക്കുകൾ വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ വാക്കുകൾ നമുക്ക് ഗുണകരമായിട്ട് വരട്ടെ. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഉത്തമമായിരിക്കുന്ന സങ്കല്പ തലങ്ങളാണ് രാമായണം എന്ന ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അന്യനാടുകളിൽ താമസിക്കുന്നതായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകട്ടെ. അനുജ നമസ്കാരം. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും കാണാം.
നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നമസ്കാരം.